അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എളുപ്പത്തിൽ എങ്ങനെയാണ് ചിക്കൻ സ്റ്റൂ കുക്കറിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ചിക്കൻ ഒരു 1/2 കിലോ ബോണോട് കൂടിയിട്ടുള്ള പീസുകളാണ് എടുത്തേക്കണേ. അതാണ് ഇതിനും കൂടി ടേസ്റ്റ്. പിന്നെ ഒരു ലാർജ് സൈസിലുള്ള പൊട്ടാറ്റോ, ക്യാരറ്റ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും, കുറച്ച് ഒരു ഓണിയൻ കട്ട് ചെയ്തതും, കുറച്ച് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, കുറച്ച് ഫ്രോസൺ ഗ്രീൻ ബീൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാദ്യം തന്നെ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ചൂടാകുമ്പോൾ ഹോൾ സ്പൈസസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ ചിക്കൻ അടക്കം എല്ലാ പീസുകളും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ ബീൻസ് ആഡ് ചെയ്യുന്നില്ല, അത് ഓവർ കുക്കായി പോകും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിക്കുക. നല്ല തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഗ്രീൻ ബീൻസ് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂസ് ചെയ്യണത് മറ്റേ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ ബീൻസ് തലേദിവസം സോക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഓൾറെഡി ചിക്കനൊക്കെ വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേവിക്കാം കേട്ടോ. പിന്നെ ഞാൻ അറ്റ് എ ടൈം അത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസ് ആഡ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് കുറച്ച് ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴണ്ടി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കാഷ്യൂ നട്ടും കൂടി ആഡ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ ഗ്രീൻ ബീൻസൊക്കെ കുക്കായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാൻ ക്യാൻഡ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യണത്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാനിവിടെ തിളപ്പിക്കാൻ കാരണം തേങ്ങാപ്പാൽ ക്യാനിലുള്ളതുകൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ താളിച്ച് വെച്ചതും കൂടി ആഡ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആകും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്. നമുക്കിതിൽ ഇപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ ക്യാരറ്റ് ഇടണ്ട, ഗ്രീൻ ബീൻസ് ഇല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ചിക്കനും പൊട്ടാറ്റോയും മാത്രമായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ് എടുത്തേക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിൾ റെസിപ്പിയാണ്.